സഹാബി അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു. ഞാൻ കുറച്ച് ചരിത്രം പറയാം. ചരിത്രം നമുക്ക് എന്ത് ചെയ്യും, ഉൾക്കൊള്ളാൻ കഴിയും. നമ്മളെപ്പോലെ ജീവിച്ച ആൾക്കാരാണ് സഹാബാക്കൾ. നമ്മളെപ്പോലെ കുടുംബം ഉണ്ടായിട്ടുണ്ടല്ലേ. നമുക്കാരാ ഒരു ഓളും 2 മക്കളും. സഹാബത്തിനോ 4 ഓളും 15-25 മക്കളാണ്. അവർക്കും ജോലി ഉണ്ടായിട്ടുണ്ട്, അവർക്കും കുടുംബം തിരക്കുണ്ട്. നമുക്ക് ആ 2 മക്കളെ പോറ്റാണ് തിരക്ക്, ജോലി. സഹാബത്തിന് അവരെന്തോ ജീവിയല്ല, അവർ നമ്മളെപ്പോലെ ജീവിച്ച മനുഷ്യരാണ്. അവർക്കും അവരുടെ ജോലി തിരക്കുണ്ട്, കുടുംബത്തിനെ നോക്കാനുണ്ട്, ഭാര്യയുണ്ട്, ചെറിയ മക്കളുണ്ട്, വലിയ മക്കളുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അവർക്കുണ്ട്. അവർ ആരും കാരണം പറഞ്ഞ് പുറക്കിരുന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവർ ആരും സ്വന്തം കുടുംബം നാക്കിയിട്ട് വീട്ടിലിരുന്നിട്ടില്ല. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു സഹാബി കുടുംബം അടിമ കുടുംബമാണ്. ഒന്ന് ഉപ്പ യാസിർ, മകൻ അമ്മാർ, ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആദ്യകാലത്ത് മുസ്ലിമായ ആൾക്കാരാണ്. അടിമകളായതുകൊണ്ട് തന്നെ ആരും ചോദിക്കാനും പറയാനുമില്ല. എല്ലാ രീതിയിലും പീഡനം സഹിച്ചു. ആദ്യത്തെ ഷഹീദാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ് ഒരു പെണ്ണാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ ആ പെണ്ണിന് അള്ളാഹു സ്ഥാനം കൊടുത്തു. ഇസ്ലാമിനോട് ആദ്യം ഷഹീദാകാനുള്ള സ്ഥാനം അള്ളാഹു കൊടുത്തു. പിന്നെ ബാക്കിയായത് പിതാവ് യാസിറും മകൻ അമ്മാറും. 3 ആൾക്കാരെയും ഖുറൈശികൾ അങ്ങനെ ഉപദ്രവിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ദഅവത്ത് ചെയ്യുന്ന കാലം, ആദ്യത്തെ 3 വർഷം റസൂൽ ഇങ്ങനെ നോക്കി കാണും. റസൂലിൻ്റെ അടുത്തേക്ക് പോകാനോ അവരെ സംരക്ഷിക്കാനോ ഉപദ്രവിക്കുന്നത് തടയാനോ അല്ലാണ്ട് റസൂലിൻ്റെ സഹാബാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. വിരലിൽ എണ്ണാവുന്നത്ര സഹാബാക്കൾ എന്ന് മുസ്ലിങ്ങളായിട്ടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞു വിട്ടു, ഇതാ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ആ 3 സംഘ കുടുംബത്തിന് സന്തോഷ വാർത്ത അറിയിക്കണം. ഇസ്ബിറു യാ ആല യാസിർ ഫഇന്ന മൗഇദകും അൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് സ്വർഗ്ഗമാണ്. അല്ലാണ്ട് റസൂലിന് വേറൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഒരു പച്ചവെള്ളം കൊടുത്തിട്ടെങ്കിലും സഹായിക്കാൻ അല്ലാണ്ട് റസൂലിന് കഴിയാത്തൊരു കാലഘട്ടമായിരുന്നു അത്. ആ സഹാബാക്കൾ അങ്ങനെ പ്രയാസപ്പെട്ടു. യാസിർ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു അമർ അള്ളാൻ്റെ മുമ്പിൽ. ഉമ്മാനെ അവർ ഷഹീദാക്കി, ഉമ്മാനെ കുത്തിക്കൊന്നവർ. അമർ റളിയല്ലാഹു അൻഹു ബാക്കിയായി. കാരണം യുവാവാണ്, നല്ല ആരോഗ്യവാനാണ്. ഭയങ്കരമായ രീതിയിൽ പീഡിപ്പിച്ചു. അവസാനം സഹിക്കാൻ കഴിയാതായപ്പോൾ റസൂലിനെ ചീത്ത വിളിച്ചു. അമർ റളിയല്ലാഹു അൻഹു ചീത്ത വിളിച്ചു. അവരുടെ ആലിഹത്തുകളെ, അവർ പൂജിക്കുന്ന ബിംബങ്ങളെ, അവരുടെ മഹത്വങ്ങൾ പറയുകയും അള്ളാൻ്റെ റസൂലിനെ ചീത്ത വിളിക്കുകയും ചെയ്തു സഹാബി. അവർക്ക് വലിയ ആശ്വാസമായി ഖുറൈശികൾക്ക്. അവർ തിരിച്ചുപോയി. അമ്മാർ റളിയല്ലാഹു നേരെ ഓടി റസൂലിൻ്റെ അടുക്കലേക്ക്, യാ റസൂൽ നിൽ തുമിൻക യാ റസൂൽ അല്ലാഹ്, അള്ളാൻ്റെ റസൂലെ, ഞാൻ താങ്കളെ ചീത്ത വിളിച്ചു. ഞാൻ അവരുടെ ആലിഹത്തുകളെ നല്ലത് പറയുകയും താങ്കളെ ചീത്ത വിളിക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, കൈഫ തജിദു ഖൽബക്, എന്നെ ചീത്ത വിളിക്കുന്ന സമയം നിൻ്റെ മനസ്സെങ്ങനെയായിരുന്നു അമ്മാർ? അമ്മാർ തന്നെ പറഞ്ഞു, യാ റസൂലല്ലാഹ് മുത്മഇന്നും ബിൽ ഈമാൻ, പൂർണ്ണ ഈമാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ പീഡനം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു പോയതാണ് അല്ലാഹുവിൻ്റെ റസൂൽ, എൻ്റെ മനസ്സിൽ പൂർണ്ണ ഈമാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഈമാൻ കൊണ്ട് ഹൃദയം, സമാധാനമുള്ള ഈമാൻ ഹൃദയം. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ട് നിർബന്ധിതാവസ്ഥയിൽ റസൂലിനെ ചീത്ത വിളിച്ച ആൾക്കാർ അവർ ഈ മുഅ്മിനീങ്ങളാണെന്നുള്ള ആയത്തിറങ്ങി. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹുവിൻ്റെ പേരിൽ. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹുവിൻ്റെ കുടുംബാരറിയോ? ചേർത്ത് പറയാനൊരു കുടുംബമില്ലാത്ത ആളാണ്. പക്ഷേ ഇന്ന് മുഅ്മിനീങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം, മുഅ്മിനീങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പേര്, മുഅ്മിനീങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം, അടിമ കുടുംബം. ആ കുടുംബത്തിന് ചേർത്ത് പറയാനൊരു പേരില്ല. പക്ഷേ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പണിയെടുത്തപ്പോൾ അള്ളാഹു ബാക്കിയാക്കി. അതാണ് പ്രിയപ്പെട്ടത്. ആ രീതിയിലാണ് അള്ളാഹു ബാക്കിയാക്കുക. അങ്ങനെ ദീനോട് എന്തെങ്കിലും ചെയ്യണം ബാക്കിയാകാൻ. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മരണത്തിന് ശേഷം മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അമ്മാറിൻ്റെ യാസിർ റളിയല്ലാഹു ആ കുടുംബത്തിനോടൊരു സ്നേഹവും, അവരെ കാണാൻ ആഗ്രഹിക്കുന്നു, അവരെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവർ ദീനിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത്.